സാറേ നിങ്ങളുടെ ബുക്ക് നമ്മളൊരു ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. സ്പെഷ്യൽ അത് വേറൊരു കാര്യമുണ്ട്. അത് പറയുമ്പോൾ ആ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കാം. ഇപ്പൊ ഈ അടുത്തിടയിലെ നമ്മളുടെ MP ഹൈബീഡനും അതേപോലെ അങ്ങനെ കുറെ ആളുകൾ ഇപ്പൊ രാഷ്ട്രീയത്തിലുള്ള കുറെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എല്ലാ ഗ്രാമത്തിലും അല്ലെ എല്ലാ പഞ്ചായത്തിലും ഒക്കെ കളിക്കാൻ കുട്ടികൾക്ക് കളിസ്ഥലം വേണമെന്നുള്ള കാര്യത്തില്. അതിൽ നിന്റെ അഭിപ്രായം എന്താ? സത്യം പറയണോ? സത്യം മാത്രം പറഞ്ഞാൽ മതി. ഈ ഗ്രൗണ്ട് ഇട്ടിട്ട് ഇപ്പൊ കളിക്കാൻ പോണവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നെ സമയത്ത് ഞാൻ പോവാറില്ല. എനിക്ക് വലിയ അഭിപ്രായം ഇല്ല. അതിന്റെ പ്രായം എത്ര ആയിട്ടാ? അതല്ലല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇപ്പോ ഈ നമ്മള് തീർച്ചയായിട്ടും കുട്ടികൾ കളിച്ചാലുള്ള ഇപ്പം ഒരുപാട് ഇവര് പറയുന്നതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ അല്ലടാ, ഇപ്പൊ കുട്ടികളെല്ലാവരും ഈ ലഹരിക്കൊക്കെ അടിമപ്പെടുക, അങ്ങനെ വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോവുക. അപ്പം കളിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വേറൊരു സ്പിരിറ്റാണ് അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ലെ, ഞാൻ ഇവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ വൈകുന്നേര സമയത്തൊക്കെ, ഇപ്പോൾ വൈകുന്നേരം 4 മണി കഴിഞ്ഞ് സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പണ്ടൊക്കെ കളിക്കാൻ പോകുമായിരുന്നു ഏതെങ്കിലും ഗ്രൗണ്ടിലൊക്കെ. പക്ഷെ ഇപ്പം ഗ്രൗണ്ടുകൾ കുറവാണ്. അതൊരു വലിയ പ്രശ്നം തന്നെ. അപ്പൊ ഈ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും അതിനകത്തേക്ക് നമ്മൾ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് എൻ്റെ ടീം ജയിക്കണം എന്ന ലഹരിയാണ് കുട്ടികളിലേക്ക് വരുന്നത്. മറ്റേത് അങ്ങനെയല്ല, കുട്ടികൾക്ക് അങ്ങനെ പോകാൻ സ്പേസ് ഇല്ല. അവരന്നേരം പിന്നെ വേറെയുള്ള ആക്ടിവിറ്റീസിലേക്ക് കിടക്കുന്നത് തെറ്റല്ല. തീർച്ചയായിട്ടും അത് വേണ്ട കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ നിനക്ക് അഭിപ്രായം ഇല്ലേ? കേട്ടപ്പോ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം അല്ല, ഇവരുടെ അഭിപ്രായം നമുക്ക് അറിയണമല്ലോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിൽ പറയണം കേട്ടോ. അപ്പൊ എന്റെ ഒരു അഭിപ്രായം അതാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ MLA-മാര്, അത് ഭരണകക്ഷിയായിട്ടും പ്രതിപക്ഷമായാലും എന്തായാലും ഇവരൊക്കെ എടുത്തേക്കുന്ന ഈ തീരുമാനം നല്ലത് തന്നെയാണ്. കാരണം എല്ലായിടത്തും ഈ പറഞ്ഞ ഗ്രൗണ്ടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക്, കാരണം കുട്ടികളാണല്ലോ നാളത്തെ വലിയൊരു തലമുറ അല്ലേ? അത് ശരിയാണല്ലോ. അപ്പൊ അവിടം തൊട്ട് തന്നെ വേണ്ടേ നേരെയായി വരാൻ? അപ്പൊ ഗ്രാമങ്ങളിലുള്ള കാര്യങ്ങളല്ല ഓക്കെ. ഇനി ഞാൻ ടൗണിലോട്ട് വരാം. ടൗണിലോട്ട് വന്നാൽ എന്ത് ചെയ്യും? ടൗണിലെ പിള്ളേർക്ക് കളിക്കാൻ സമയമുണ്ടോ? അതെന്താ സമയമില്ലാത്തത്? സ്കൂൾ കഴിഞ്ഞ് വരാ, ട്യൂഷൻ പോവാ, ട്യൂഷൻ കഴിഞ്ഞ് വരാ, വീട്ടിൽ വരാ, ഉറങ്ങുക. അതാണ് പ്രശ്നം. അപ്പൊ പിന്നെ അവരെവിടെ എൻജോയ് ചെയ്യും? അന്നേരം അങ്ങനൊരു തലമുറ എങ്ങനെ വളർന്നു വരും? ശരിയാണ്. അല്ല, നിങ്ങളുടെ ഇവരുടെ കൺസേൺ നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങളോട് അതിന്റെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോ ഇപ്പോഴത്തെ ഈ ടൗണിൽ ഇപ്പൊ നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും പൂർണ്ണമായിട്ടും ഗ്രാമപ്രദേശങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ ഇത്രയും നാള് നീ എന്തായാലും യാത്ര, ഇപ്പൊ കേരളത്തിലാണ് നമ്മൾ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ അപേക്ഷിച്ച് വികസനം കൂടുതൽ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട് അത്ര മോശം നാടൊന്നുമല്ല, അല്ലല്ലോ, നല്ല നാട് തന്നെയാണ്. അപ്പോ ഈ നാട്ടിലും നമുക്ക് ഒരുപാട് ടൗണുകളും സാധനങ്ങളും ഉണ്ട്. അപ്പോ ഇവിടുത്തെ കുട്ടികൾക്കായിട്ട് എന്താണുള്ളത് എന്നുള്ളതാണ്. ടർഫ് ഉണ്ടല്ലേ? ടർഫുണ്ട്. തീർച്ചയായിട്ടും ഈ പോയിന്റ് നീ പറയണ്ട കേട്ടോ, ഞാനല്ല പറയണ്ട കേട്ടോ. പക്ഷെ ടർഫ് ഉണ്ടെന്ന് പറഞ്ഞാലും ടർഫിൽ നമ്മൾ 1500 2000 രൂപയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. 800 രൂപയാണ്. എനിക്കറിയത്തില്ല, 800 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഓക്കെ. 1 മണിക്കൂറത്തേക്കാണ്. അപ്പോ ടർഫ് ഒന്നും അല്ലാതെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ടർഫ് നല്ലത് തന്നെയാണ്, വേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഒരു പ്രോജക്റ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? നല്ലതായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ആ പ്രോജക്റ്റ് വീഡിയോ എടുക്കാനായിട്ടാണ് നമ്മളിപ്പം പോകുന്നത്. ഇതിപ്പം കണ്ടോ, ഇൻഫോ പാർക്കാണ്. ഇൻഫോ പാർക്ക് റോഡിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ അത് ലുലുവിന്റെ ബിൽഡിംഗ് ആണോ? ശരി, ലുലുവിന്റെ സൈബർ ടവർ ആണത്. അതെ. അപ്പോ ലുലുവിന്റെ സൈബർ ഇപ്പൊ നിങ്ങൾ ആ ഹോർഡിങ്സിൽ ആ സെന്ററിൽ എഴുതിയേക്കുന്നുണ്ടോ, കസാഡലിന്റെ ഒരു ഇത് ഉണ്ട്, ദ നെക്സ്റ്റ് പ്രോഡിജി എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ്. നമ്മുടെ ഇതിനകത്തെല്ലാം കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ അതിലോട്ടാണ് ഞാനിപ്പം പോണേ. നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഇവിടെ ഇന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിളിൽ ലൊക്കേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇത് phase 1 ആണ് കേട്ടോ. phase 1-ന്ന് 3.5 കിലോമീറ്റർ ആണ് ആ ലൊക്കേഷനിലേക്ക് സത്യം പറഞ്ഞ ഇപ്പം കൃത്യമായിട്ട് കാണിക്കുന്നത്. പക്ഷെ phase 2-ന്ന് അധികം ഇല്ലെന്നാണ് അവര് നമ്മളോട് പറഞ്ഞേക്കുന്നത്.
ഫേസ് 2 ഒരു മതിലൊക്കെ ഈ ഒരു പ്രോജക്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രോഡിജിയുടെ അർത്ഥം എന്താണെന്നാണ് പറഞ്ഞത്? ആ ആ അല്ല യങ് പേഴ്സൺ വിത്ത് എക്സ്പ്രഷൻ വിത്ത് ടാലന്റ്. അപ്പൊ നല്ല ടാലന്റ് ഉള്ള കുട്ടികളെ വളർത്തിയെടുക്കുക, അതാണ് അതിന്റെ അർത്ഥം എന്നാണ് ഗൂഗിള് പറയുന്നത്, അല്ലേടാ? അപ്പൊ ഗൂഗിള് പറയുന്ന അർത്ഥം അതാണ്, വളർത്തിയെടുക്കുക, നല്ല മൈൻഡുള്ള കുട്ടികളെ വളർത്തിയെടുക്കുക, നല്ല രീതിയിൽ വളർത്തിയെടുക്കുക. അപ്പോ അങ്ങനെയാണ് ഇവര് പേര് വിട്ടേക്കുന്നത്, ദ പ്രോഡിജി. അപ്പോ ആ സാധനം കാണാനാണ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പം പോകുന്നത്. അതെ അതെ, പേരൊക്കെ കൊള്ളാം. നമുക്ക് ഇനി പ്രോജക്റ്റ് കണ്ടിട്ട് തന്നെ പറയാം. എനിക്ക് ആ ലാൻഡ് കൃത്യമായിട്ട് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അതുപോലെ 2 BHK 3 BHK ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കണ്ടത് തന്നെ പറയാം. എടാ, ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ CBSE പഠിക്കുന്ന കുട്ടികളില്ലേ, പേരൻസിനൊക്കെ ഭയങ്കരമായ രീതിയിൽ അഭിമാനമായിരിക്കും. ഈ CBSE എന്റെ മകള് അല്ലെ മക്കള് CBSEയിലാണ് പഠിക്കുന്നത്. അവര് പഠിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് പഠിച്ച് ഒരു ലെവലിൽ എത്തുക തന്നെ ചെയ്യുമായിരിക്കാം. എന്താണ് തമാശ? പക്ഷെ ഒരർത്ഥത്തില് വേറൊരു കാര്യം കൂടെ അതിന് നെഗറ്റീവായിട്ട് പലരും പറയുന്നുണ്ട്, സ്പൂൺ ഫീഡിങ് ആണെന്നുള്ള കാര്യം. സത്യം സത്യം. അപ്പൊ അല്ലേ എന്റെ അഭിപ്രായം. അപ്പോ ഈ സ്പൂൺ ഫീഡിങ് ആണെന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അതിനകത്തും ഒരു ഫാക്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെ. കാരണം ഈ പേരൻസിന് ഇടയിൽ ഇല്ലാത്തൊരു കാര്യം ഇപ്പോ കുട്ടികളുടെ സർക്കിളിനിടയിൽ എടുക്കുകയാണെങ്കിലും, ഈവൻ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ട്രോൾ പേജുകളിലെ ആ സാധനങ്ങൾ കയറി കഴിഞ്ഞാലും കൃത്യമായിട്ട് കാണാം. പക്ഷെ നമുക്കത് കൃത്യമായിട്ടും കത്തും. നമ്മുടെ പ്രായം, എന്നെ പോലുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലടാ, അപ്പോ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആ ഒരു ഏജിലുള്ള ആൾക്കാരും അല്ലെ ആ ഒരു ഗ്രൂപ്പിനകത്തുള്ള സർക്കിൾസിലൊക്കെ വരുന്ന സംസാരങ്ങള്, ട്രോളുകള്, സാധനങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോ അപ്പൊ ആ ഒരു സാധനം, അപ്പോ അങ്ങനെ വരുന്ന എനിക്ക് തോന്നുന്നു ആ അത്തരത്തിലുള്ള കുട്ടികൾ ഈ CBSE മാത്രം സ്കൂളിൽ പോയി, നീ നേരത്തെ പറഞ്ഞ കണക്ക് രാവിലെ ട്യൂഷൻ കഴിയുന്നു, ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ രാവിലെ വൈകുന്നേരം സ്കൂൾ കഴിയുന്നു, ട്യൂഷൻ കഴിയുന്നു, എന്നിട്ട് വീട്ടിൽ വരുന്നു, വീട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞ കാര്യം വീണ്ടും ഇരുന്ന് പഠിക്കുന്നത്, വേറെ ഒന്നുമില്ല. പക്ഷെ ഈ കുട്ടികൾക്ക് അഡീഷണൽ ആക്ടിവിറ്റീസോ ഇവര് മറ്റുള്ളവരുമായിട്ടുള്ള വേറെയുള്ള ഇടപെടലുകളോ, അല്ലെങ്കിൽ ഇപ്പൊ അവര് താമസിക്കുന്ന ചുറ്റുവട്ടത്ത്, പണ്ട് നമ്മള് നമ്മുടെ ഗ്രാമത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്ര പിള്ളേരുണ്ട്, അല്ലെ ആരൊക്കെ ഏതൊക്കെ ടീമിൽ കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിനക്കറിയില്ലേ? നമ്മുടെ ഗ്യാങ്ങടി എന്തായാലും എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ ഈ ടൗണിലുള്ള പിള്ളേർ എങ്ങനെയാ ഗ്യാങ് അടിക്കുന്നേ? ഇവർക്ക് എന്താ സംഭവിക്കുന്നത്? അല്ല എന്റെ ഒരു അപ്പം തീർച്ചയായിട്ടും ഇവർക്ക് മറ്റ് പല കാര്യങ്ങളിലേക്കും ഇവരെത്തിപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമ്മുടെ മക്കള് ഫ്ലാറ്റിൽ പകല് അല്ലെങ്കിൽ ആ സമയം അവരൊറ്റയ്ക്ക് ഇരിക്കുകയായിരിക്കും. ഒറ്റപ്പെടലിൽ നിന്നാണല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടുമ്പോൾ ചാഞ്ഞു പോകുന്നത്. അതായിരിക്കാം അതിനുള്ള കാരണം. അപ്പൊ എന്തായാലും ഈ പ്രോജക്റ്റ് ഇപ്പം എന്തായാലും കുട്ടികൾക്കൊക്കെ പറ്റുന്ന, അല്ലെങ്കിൽ ആ തരത്തിലുള്ള രീതിയിലുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന തരത്തില് പറ്റുന്ന ഒരു പ്രോജക്റ്റ് ഒക്കെയാണെന്നാണ് ഇവര് പറയുന്നത്. ഇത് നമ്മളുടെ ഫേസ് 2 എനിക്കൊന്ന് മതിലല്ലേടാ ഇത്? ഫേസ് 2 മതിലാട്ടോ. ഫേസ് 2 ബിൽഡിങ്സ് ആണ് ഇൻഫോ പാർക്കിന്റെ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ ആണ്? 1 കിലോമീറ്റർ, ജസ്റ്റ് 1 കിലോമീറ്റർ. 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അവിടേക്ക് എത്തും എന്ന് ഗൂഗിൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കുറച്ച് നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ കുറെ ആളുകൾ നമ്മുടെ അടുത്ത് പറയും നമ്മൾ ഈ കറക്റ്റ് ലൊക്കേഷൻസ് പറയുന്നില്ല, കാണിക്കുന്നില്ല. ഇനിയിപ്പൊ നമ്മൾ അത് കുറയ്ക്കുന്നില്ല അല്ലെ? കറക്റ്റ് ലൊക്കേഷൻസും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ച് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മളിതാ എത്തിയിട്ടോ. ഇവിടെ ഈ ഷീറ്റ് ഇട്ട് മറച്ചേക്കുന്നുണ്ടല്ലേ സംഗതി. ഇതാണ് പ്രോജക്റ്റ് അല്ലെ നടക്കുന്നത്. അത് ബിൽഡിംഗ് ആടാ, ശരിയാ കേട്ടോ. ഇവര് നമ്മളോട് പറഞ്ഞ വെച്ച് നോക്കുവാണെങ്കിൽ മറ്റേ എന്ത് ഷെയർ ചെയ്യുന്ന, വാള് ഷെയർ ചെയ്യുന്ന അല്ലെ? അങ്ങനല്ലേ പറഞ്ഞ, വോൾ ഷെയർ ചെയ്യുന്നല്ലേ? അപ്പൊ ആ വോള് ഷെയർ ചെയ്തേക്കുന്നത് അതാണ് കേട്ടോ, ആ ബിൽഡിങ്ങിന്റെ ആണ്.
നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നമുക്ക് നോക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഈ മൈക്ക് ഒന്ന് വെച്ചോട്ടെ, എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോ. ഇത് നമ്മുടെ കസാഡന്റെ, നിങ്ങൾ ഇതിന്റെ സത്യം പറഞ്ഞാൽ വി പി ആണ്. കസാഡൽ ബിൽഡേഴ്സിന്റെ VP ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആദ്യം തന്നെ ഇവിടെ വന്നപ്പോ ഞാൻ കണ്ട് ഇതാണോന്ന് ചോദിച്ചു നേരത്തെ. ഈ ഇതാണ് ഇൻഫോ പാർക്കിന്റെ ആണല്ലേ? മെയിൻ റോഡാണ് ഇത് ഇൻഫോ പാർക്കാ. ഈ ലാൻഡ് ഇൻഫോ പാർക്കാണ്. നമ്മൾ ഈ മതിലാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ലാൻഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇത് ഈ ഇൻഫോ പാർക്കിന്റെ ആണോ ഈ റോഡ്? ഇത് ഇൻഫോ പാർക്കിന് അകത്തുള്ള റോഡ്, മെയിൻ ഗേറ്റ് വഴി. ഇൻഫോ പാർക്കിലേക്ക് കയറാൻ എനിക്ക് ഈ ബ്രിഡ്ജ് കടന്ന് നമുക്ക് അല്ലാത്ത ആൾക്ക് കയറാൻ പറ്റുമോ? അല്ലാത്ത ആൾക്ക് നമുക്ക് ഈ ബ്രിഡ്ജ് കടന്നിട്ട് ഇൻഫോ പാർക്കിലേക്ക് ഇപ്പൊ എൻട്രി ഇല്ല, അവിടെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അവിടെ ഇതോ നമ്മുടെ നടക്കാവുന്നതാണല്ലോ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി വാട്ടർ മെട്രോ. വാട്ടർ മെട്രോയിലേക്ക് നടന്നു പോകുന്നേ ഉള്ളൂ. അവിടെ അതല്ലേ പ്രോജക്ട്? ഇത് പ്രോജക്റ്റ് ആണ്. കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. 2 മിനിറ്റ് നടന്ന് നമ്മൾ വാട്ടർ മെട്രോ എത്തി. 20 മിനിറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വൈറ്റിലെത്തി. അല്ലെങ്കിൽ 1.5 മണിക്കൂർ ട്രാഫിക്കിൽ നമ്മൾ സഞ്ചരിക്കണം. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോ അതുകൊണ്ട് ഈ കുട്ടികൾക്കുള്ള, ഞങ്ങൾ സത്യം പറഞ്ഞാൽ നേരത്തെ ഈ പ്രോഡിജി ഒക്കെ ഞങ്ങൾ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്തു. നിങ്ങൾ ഈ പ്രോഡിജി നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കൂടെ നോക്കണമല്ലോ. തീർച്ചയായും. അല്ലെങ്കിൽ ഞങ്ങൾ ഇവരുടെ അടുത്ത് പറയുന്ന സമയത്ത് ഇവര് വിചാരിക്കും ഇവന്മാര് തന്നെ എന്തൊക്കെയോ കേട്ട് എന്തൊക്കെയോ പറയുന്നു. അപ്പൊ എന്തായാലും അവരുടെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കണമല്ലോ. അല്ലെ ഗൂഗിള് പറഞ്ഞ ഉത്തരവൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള തലമുറയെ വാർത്തെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എപ്പോഴും മിസ്സാവുന്ന ഒരു കാര്യം അതാണല്ലോ. ഇപ്പൊ നമ്മൾ എല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അവരെ നന്നാക്കി എടുക്കണം എന്നാണ് ആലോചിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ പിള്ളേർ കുറെ ഡിജിറ്റലി നല്ല, അത് മോശം എന്നല്ല പറയുന്നത്. ഡിജിറ്റലിന്ന് മാത്രമല്ല, ഞങ്ങൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഈ കുട്ടികളെ എല്ലാവരും ഇപ്പൊ പണ്ട് കളിസ്ഥലങ്ങളൊക്കെ വളരെ നാട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ MLA മാരും MP മാരും ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഗ്രാമങ്ങളിലുള്ള. പക്ഷെ ടൗണിലേക്ക് വരുമ്പോ സ്പേസ് ഇല്ല. ഈ പറഞ്ഞ അല്ലാതെ ഇവര് ടർഫിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ടർഫിലൊക്കെ തീർച്ചയായും ഭയങ്കര ചാർജ് ഒക്കെ കൊടുത്ത് വേണം കുട്ടികൾ കളിക്കാനും. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് അതും അത്രയും അഫോർഡബിൾ ഒരു പാർട്ട്. പക്ഷെ അവർക്ക് വേണ്ടുന്ന കുറെ കാര്യങ്ങൾ അവിടെ ഇല്ലതാനും. പിന്നെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്ക് എല്ലാം 25ഓളം അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാം കവർ ചെയ്തു. കുട്ടികൾ ഈവൻ കളിസ്ഥലം എന്ന് പറഞ്ഞാൽ മണ്ണ് പോലെ അതിനകത്തുണ്ട്. സാൻഡ് പിറ്റ് നമുക്കുണ്ട്, മണ്ണിൽ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്, മണ്ണടക്കം ഉണ്ട് അതിനകത്ത്. സത്യം പറഞ്ഞത് എത്ര ഏക്കറിനകത്തായിട്ടാണത്? അല്ല, നമുക്കിത് 60 സെന്റാണ് ലാൻഡ് ഉള്ളൂ. 60 സെന്റാണ്. 75 അപ്പാർട്ട്മെന്റുകളാണ്. നമുക്കിപ്പോ ഇത് ബേസ്മെന്റ് ആണ്. നമ്മളിങ്ങനെ കയറി വന്ന ഇത് രണ്ടും ബേസ്മെന്റ് ആണ്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ലെവൽ 1 എന്ന് പറയുന്നത് റോട്ടിൽ നിന്ന് അല്ലെങ്കിൽ നോർമൽ ലാൻഡിൽ നിന്ന് 30 അടി മേലെയാണ്. 30 അടി മേലെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പൊ അത്ര നല്ല ഉയരത്തിലാണ്. പിന്നെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിന്ന് ഗ്രൗണ്ട് ഫ്ലോറിന്ന് ജനൽ തുറന്നാൽ പോലും നമുക്ക് അപ്പുറത്ത് തൊട്ടടുത്ത് ബിൽഡിങ്ങോ ഇവിടെ ഒന്നും വരാനില്ല. ഇത് ഇൻഫോ പാർക്കിന്റെ പാർക്കിംഗ് അവിടെ ആ ബിൽഡിംഗിന് അത്ര ഹൈറ്റ് ഉള്ളൂ. അതിനപ്പുറത്താണ് ഇൻഫോ പാർക്ക് വരുന്നത്. ഇത്രയും സ്പേസ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ബിൽഡിംഗ് വരുന്നത്. എന്നാലും ഇത്രയും വേക്കൻ ലാൻഡ് ഉണ്ട്. ആ റോഡ് ഉണ്ടായതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അതിന്റെ ഒരു പാതയാണ്. പിന്നെ നമുക്ക് ഓരോ അപ്പാർട്ട്മെന്റും നമ്മള് വോൾ ഷെയറിങ് കുറവാണ്. തമ്മിൽ അങ്ങോട്ടും നമ്മൾ ഗ്യാപ്പ്, അതായത് ഒരു ഫ്ലാറ്റിൽ നിന്ന് സംസാരിക്കുന്നത് അടുത്ത ഫ്ലാറ്റ് കേൾക്കത്തില്ല എന്നാണ് ചുരുക്കം അല്ലേ? തീർച്ചയായിട്ടും അത് വലിയൊരു അങ്ങനെ മലയാളത്തിൽ പറഞ്ഞ ഉപകാരമാണ്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ഇതിന്റെ കംപ്ലീഷൻ എന്നത്തേക്കാണ് നിങ്ങൾ പറയുന്നത്? നമുക്കൊരു 3 years പിടിക്കും. ഇതിപ്പോ നമ്മൾ പൈലിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പൈലിംഗിന്റെ ആണല്ലേ? അതെ, ഇതൊരു ടെസ്റ്റ് പൈലിംഗ് നമുക്ക് പൈലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 36 മാസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. പിന്നെ റെറ അപ്രൂവ്ഡ് ആണ് നമ്മുടെ എല്ലാ പ്രോജക്റ്റും. എല്ലാ പ്രോജക്റ്റും റെറ അപ്രൂവ്ഡ്. നേരത്തെ വേറെ 50% ഓൾറെഡി സോൾഡ് ഔട്ട് ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 3-4 ആഴ്ചകളായിട്ടുള്ളൂ നമ്മൾ ലോഞ്ച് ചെയ്തിട്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞ ഞങ്ങള് ഒരു മാസം മുമ്പ് ദുബായിൽ പോയിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. ഇപ്പം ദുബായിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മണിക്കൂർ കൊണ്ട് ഫ്ലാറ്റ് വിറ്റ് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് വിറ്റ് പോകുന്നുണ്ട്. ഇതിപ്പോ ഒരാഴ്ച കൊണ്ട് തന്നെ 50% സോൾഡ് ഔട്ട് ആയി. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളായാലും കേട്ടിട്ടുണ്ടോ? കമന്റ് പറയാട്ടോ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്, വേറെ പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. മൊത്തം എത്ര യൂണിറ്റ്സ് ആണ്? നമുക്ക് 75 അപ്പാർട്ട്മെന്റ്, 2 and 3 മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ പോയാലും ഒരു 35-37 എണ്ണം ഇനി അവൈലബിൾ ഉണ്ട്. അത് 2 BHK ഉണ്ട്,
3 BHK 3 BHK ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട. ഇനി നമുക്ക് ഈ അമ്യൂണിറ്റീസിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ആ ബ്രൗഷർ നിങ്ങളത് ആഷിക്ക് ആ ബ്രൗഷർ എന്തരോ. അപ്പൊ ഈ ബ്രൗഷറിനകത്ത് കുറെ കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാർക്കർ ഉണ്ടായിരുന്നല്ലോ വണ്ടിയിൽ. ആ മാർക്കർ ഉണ്ട്. ഓക്കെ. അപ്പോ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് ആദ്യം കിഡ്സിന് പൂൾ. ഇതിപ്പോ നോർമൽ എല്ലാ ഫ്ലാറ്റിലും പൂൾ ഉണ്ട്. അത് നോർമൽ സാധനമാണ്. പിന്നെ ലൈബ്രറി, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ലൈബ്രറി, അവർക്ക് മാത്രം തിങ്കിങ് ലാബ്, ഈ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനല്ലേ അതുണ്ട്. അപ്പൊ ആ സാധനത്തിന് പിന്നെ അതിന് കുട്ടികൾക്ക് മ്യൂസിക്, ജാമിങ് ഏരിയ, ടേബിൾ ടെന്നീസ്, സ്റ്റഡി സ്പെയർ, സ്പേസ് ഉണ്ട്. അപ്പൊ ക്ലാസ്സിൽ മാത്രമല്ല, ഈ ഫ്ലാറ്റിലുള്ള കുട്ടികളൊക്കെ തമ്മിൽ എല്ലാവർക്കും തമ്മിൽ ഒരേ ഏജിലുള്ള കുട്ടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വലിയ മുതിർന്ന അങ്ങനെയൊക്കെ. പിന്നെ വീഡിയോ ഗെയിമിങ്, നമ്മുടെ കുട്ടികൾ എല്ലാവരോടും തീർച്ചയായിട്ടും ഡിജിറ്റൽ ലോകമാണ്, വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. വലിയ ജോബാണ് ഗെയിം സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് വെച്ച് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു വ്ളോഗർ, ഒരു പയ്യൻ ആ മെർസിഡീസ് ബെൻസും കാശ് ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നത്, അത് ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ സ്പോർട്സ് ലൈബ്രറി, ക്ലൈംബിംഗ് വാള്, ഇത് വലിയൊരു കാര്യം കേട്ടോ ഈ സെറ്റപ്പ്. ക്ലൈംബിംഗ് വാള്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ വിത്ത് മൾട്ടി എക്വിപ്മെന്റ്, അപ്പൊ ഒരുപാട് സാധനം ഉണ്ട് അല്ലേ. ഇതാണല്ലേ നിങ്ങൾ പറഞ്ഞത് സാൻഡ് പിറ്റ്. ഓക്കെ. അപ്പൊ ഈ സാധനം ഇത് നിങ്ങൾ കടലിൽ നിന്നുള്ള മണ്ണ് എടുത്തിട്ട് പോവോ? അത് മണ്ണ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇടാം. നമുക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ലോക്കർ, ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ തന്നെ ഒരു അവരുടെ സാധനങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു വലിയ കാര്യമാണ്. വേറൊരു കാര്യമുള്ളത്, വി ഹാവ് എ ടെലിസ്കോപ്പ്. വാന നിരീക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ നമ്മൾ മേലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കണം കേട്ടോ. ഇത് ബാക്കിയുള്ള നോർമൽ അമ്യൂണിറ്റീസ്. അത് കൂടാതെ ഇത് കുട്ടികൾക്കാണ് നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞത്. പിന്നെ യോഗ, മുതിർന്നവർക്ക് വലിയ പൂളുകള്, റെഫിൽ ക്രോജി പാത്ത്, നമുക്ക് ഒരു ബാർബിക്യൂ ഏരിയ ഉണ്ട്. അങ്ങനെ വലിയവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഫോ പാർക്ക് നമുക്ക് ഈ തണലത്തോട്ട് നിന്നാലോ, വെറുതെ നമ്മൾ വെയിലത്ത് നിന്ന് കഴിയുന്നത് അല്ലേ. തീർച്ചയായിട്ടും. അപ്പോ വേറൊരു വലിയ കാര്യം, ഇൻഫോ പാർക്കിന്റെ ഫേസ് 2 നമ്മളിപ്പോ ഓൾറെഡി കണ്ടു. ഇത്രയും അടുത്താണ് ഈ വാൾ ഷെയറിംഗ്. ഇനിയിപ്പോ 160 acres ആണ് ഫേസ് 2 എന്ന് പറയുന്ന ഏരിയ. സത്യം പറഞ്ഞാൽ ഞങ്ങള് ഫേസ് 1 തൊട്ടല്ലേ നമ്മള് കിലോമീറ്റർ. അപ്പൊ ഞങ്ങള് ഫേസ് 1 കിലോമീറ്റർ 3 കിലോമീറ്റർ കാണിച്ചു അല്ലെ. ഞങ്ങൾ വിചാരിച്ചു വാൾ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് 3 കിലോമീറ്റർ ഉണ്ടോ, ഞങ്ങൾ അതെ അത്രയുണ്ട്. അത് വലിയ കാര്യം. അല്ല, നമുക്ക് വേറെ കാര്യം, ഇപ്പം നിങ്ങൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആണ് ഇവിടെയുള്ള ഓണേഴ്സ് എങ്കിൽ അവർക്ക് 2 മിനിറ്റ് മതി. ഇവിടെ എൻട്രി ഉണ്ട്. അതേപോലെ തന്നെ കിൻഫ്ര അടുത്താണ്. പിന്നെ സ്മാർട്ട് സിറ്റി, കൊഗ്നസന്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. സംസ്കാര സ്കൂള് ജെംസ് സ്കൂള്, ജെംസും പ്രോബ്ലി ഒരു 10 മിനിറ്റ്സ് അത്രയും കൊണ്ട് തന്നെ എത്താനായിട്ട് പറ്റും. അപ്പോ അത് വലിയൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം, ദൂരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചി സ്മാർട്ട് സിറ്റിയിലേക്ക് 1 കിലോമീറ്റർ, ജെംസ് 1 കിലോമീറ്റർ, കൊഗ്നസന്റ് 1 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷൻ, അത് നമ്മളുടെ ഈ വാട്ടർ മെട്രോ അല്ലേ നമ്മൾ നേരത്തെ കാണിച്ച വാട്ടർ മെട്രോ 1 കിലോമീറ്റർ ഇല്ല, 120 മീറ്റർ പ്രൊപ്പോസ്ഡ് നമ്മുടെ കൊച്ചി മെട്രോ എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നുണ്ട്. അവിടേക്ക് വരാൻ 1 കിലോമീറ്റർ. പിന്നെ നമ്മുടെ സംസ്കാര സ്കൂള് കിൻഫ്ര 1.5 കിലോമീറ്റർ, രാജഗിരി ക്രിസ്തു ആ സ്കൂൾ അടുത്താ. ഓക്കെ. ഇന്ത്യൻ പബ്ലിക് സ്കൂള് 3 കിലോമീറ്ററേ ഉള്ളൂ. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് 3.5 കിലോമീറ്റർ, സൺറൈസ് ഹോസ്പിറ്റൽ അത് കാക്കനാടുള്ള 5 കിലോമീറ്റർ, കളക്ടറേറ്റ് 4.5 കിലോമീറ്റർ ഉള്ളു. ശരിയാ, അത്രേ ഉള്ളൂ. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത്രയേറെ കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് റൂട്ട് മാപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാ ബ്രാൻഡ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഗ്രിമെന്റിലും പറയുന്നുണ്ട് ഏത് ബ്രാൻഡ് സാധനങ്ങളാണ് നമ്മളിപ്പോ കഞ്ചാരയാണ്, അല്ലെങ്കിൽ വിഗാർഡ് ആണ്, വയർ ഫിറ്റിംഗ്സ് എല്ലാം, ഫ്ലോറിംഗ് ഏത് ടൈലാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഒരു കാര്യങ്ങളും നോൺ ബ്രാൻഡ് സാധനങ്ങളും ഉപയോഗിക്കുന്നില്ല. എല്ലാം ബ്രാൻഡ് ഐറ്റംസ്. തീർച്ചയായിട്ടും അല്ലെ 3 വർഷം എന്നൊക്കെ പറയുമ്പോഴേ തീർച്ചയായിട്ടും ഇതാണ് പ്ലാൻ. നമ്മൾ പറഞ്ഞ ഒരു വീടുകളും തമ്മിൽ നമ്മള് സ്പേസ് എല്ലാം ഇട്ട് പോയിട്ടുണ്ട്. ഇതിനിടയിലെല്ലാം കൃത്യമായ ഗ്യാപ്പ് ഉണ്ട്. വെളിച്ചവും കാറ്റും കയറാനുള്ള എല്ലാ. ഇവിടെ ജനാലയുണ്ടോ ഈ ഭാഗങ്ങളിൽ? ഇവിടെയൊക്കെ ജനാലകളുണ്ട്, ബാൽക്കണി ഉണ്ട്. എല്ലാ അപ്പാർട്ട്മെന്റിനും 2-3 ബാൽക്കണി വെച്ചിട്ടുണ്ട്. ഇതാണ് 3 BHK. ഇതെല്ലാം 3 BHK ആണെങ്കിലും അവിടെയും നമുക്ക് സ്പേസ് ഉണ്ട്. ഇതിന് 3 സൈഡ് ഓപ്പൺ ആണ്. ഇവിടെ ഒന്നും ഇല്ല, ഓപ്പൺ ആണ്. വേറെ ഹൈ റൈസ് ഒന്നും ഇല്ല. ഓക്കെ. അല്ല അതാണ് ഏറ്റവും വലിയ കാര്യം വേണ്ടത്. 3 ലിഫ്റ്റ് ഉണ്ട്, 2 ലിഫ്റ്റും ഒരു സർവീസ് ലിഫ്റ്റും ഉണ്ട്, 2 സ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. മൊത്തം എത്ര നിലകളാ അത് ഞാൻ ചോദിച്ചില്ല. നമുക്ക് മൊത്തം 14 ഉണ്ടാവും.
നമുക്ക് 2 ബേസ്മെന്റും ഏറ്റവും ടോപ്പിൽ നമുക്ക് അമ്യൂണിറ്റീസ് പ്ലസ് ആണോ 14? അല്ല ഇൻക്ലൂഡിംഗ് നമുക്ക് ഇവിടെ തൊട്ടിട്ട് മൊത്തം 14 സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാവും. അത്രയാണ്. ഇപ്പം പ്ലാൻ ഒക്കെ ഏകദേശം കൊള്ളാം, എല്ലാം നല്ല പ്ലാൻ തന്നെ. ബെഡ്റൂം ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതാണ് ബെഡ്റൂം. കൂടാതെ ഇപ്പൊ നമ്മൾ നോർമലി സെല്ല് ചെയ്യുന്നത് ഈ ഏരിയ ആണ്. നോർമൽ 2 ബെഡ്റൂം താങ്കൾ കണ്ടതേ ഒരു 900 അല്ലെങ്കിൽ 800 700. നമ്മുടെ സ്റ്റാർട്ടിങ് 1050 മേലെയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവരും ബാൽക്കണി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഏരിയ ഉണ്ടോ, സ്കൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് ഈ സ്പേസ് എല്ലാ അപ്പാർട്ട്മെന്റിനും ഇങ്ങനെ സ്പേസ് ഉണ്ട്. അത് നമ്മൾ സെയിൽ സൈസിൽ ഇൻക്ലൂഡഡ് അല്ല, അത് ഫ്രീ ആണ്. ഇറ്റ് ഈസ് ഫ്രീ. അതെ, എല്ലാ അപ്പാർട്ട്മെന്റിനും ഫ്രീ ആയിട്ട്. ഈ സ്പേസ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അതെ, സൈസിൽ അതല്ല, ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സൈസ്. അതാണ്. എന്തായാലും കൊള്ളാം. ഇതില്ലാതെയാണോ നിങ്ങൾ ഈ പറഞ്ഞ 1000 സ്ക്വയർ ഫീറ്റ്? യെസ്, അതില്ലാതെയാണ് നമ്മൾ പറയുന്നത്. ഈ 1000 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ അടുത്ത് ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ അടുത്ത ഏറ്റവും വലിയൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങളുടെ പ്രൈസ്. അത് വലിയൊരു കാര്യം. പ്രൈസ് വലിയൊരു കാര്യമാണ്. നിങ്ങളുടെ പ്രൈസ് എത്ര പറയുന്നത്? ഇത് ഇപ്പം അഗൈൻ 10-16ഓളം പ്രോജക്റ്റുകൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കംപ്ലീറ്റ് ആയ പ്രോജക്ട്സ് ആണ്. 8 വർഷത്തിനകത്ത് ഇത്രയും പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ പ്രൈസ് നോർമലി കാക്കനാട് വരുന്ന പ്രൈസ് എത്രയായിരിക്കും താങ്കളുടെ അറിവിൽ? ഒരു 6,000 അല്ലെ, വെരി നോർമൽ. അതായത് ഒരു 2 ബെഡ്റൂം വാങ്ങിക്കണം ഒരു 75 ലക്ഷം രൂപ എങ്ങനെയാലും കൊടുക്കാം. ആ പൈസക്ക് നിങ്ങൾക്ക് ഇവിടെ 1300 സ്ക്വയർ ഫീറ്റിലെ 3 ബെഡ് വാങ്ങിക്കാം. അപ്പൊ സ്ക്വയർ ഫീറ്റ് എത്ര വരുന്നുണ്ട്? നമ്മൾ സ്ക്വയർ ഫീറ്റ് ഇപ്പം പ്രൈസ് 4500 രൂപയാണ് നമ്മൾ വിൽക്കുന്നത്. 4500 ഇത് കൂടാതെ 4500 രൂപയുള്ള സ്ക്വയർ ഫീറ്റ് 25 റുപ്പീസ് നമുക്ക് ഫ്ലോർ ഹൈക്ക് വരുന്നുണ്ട്. ഫ്ലോർ ഹൈക്ക് ഓരോ ഫ്ലോറിനെ അനുസരിച്ച് ഹൈക്ക്. ഈ പ്രൈസ് നിങ്ങൾ ഇനിയിപ്പം ഇതിപ്പോ ഇത്രയായി, ഇനി ഇതിന്റെ ബാക്കി പണികളോടെ കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾ കൂട്ടും? തീർച്ചയായിട്ടും നമ്മൾ 6000-7000 എത്തണം. ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. റേറ്റിലേക്ക് എത്തണം, ഈ റേറ്റിൽ എത്തണം. നമ്മള് ഇപ്പം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രൈസിൽ നിങ്ങൾ കൊടുക്കും? തീർച്ചയായിട്ടും. അതിന് അഗൈൻ താങ്കളുടെ ഒരു സബ്സ്ക്രൈബർ എന്ന നിലയിൽ ആര് വരുന്നുണ്ടെങ്കിൽ വി ഹാവ് എ വെരി സ്പെഷ്യൽ പ്രൈസ് ഫോർ ദം. ഒബ്വിയസ്ലി നമുക്ക് അതും കൊടുക്കാം. തീർച്ചയായിട്ടും. അപ്പോ ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ട് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്പറൊക്കെ താഴത്തെല്ലാം കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ നമ്പരും ഈ ലിങ്കുകളെല്ലാം കൊടുത്തേക്കാം. നിങ്ങൾ കയറി കണ്ട് ബോധ്യപ്പെട്ടു. അപ്പൊ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരിട്ട് വന്ന് നമുക്ക് 80% വരെ ലോണ് പോവാം. നമുക്ക് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഒരു 2 BHK നോർമൽ 2 BHK ഒരു 1050 സ്ക്വയർ ഫീറ്റ് ആണ് ഏറ്റവും ചെറുത്. നമുക്കൊരു 48 lakhsലൊക്കെ നമുക്ക് എല്ലാം കൂടെ കാർ പാർക്കിംഗ് ടാക്സും കാര്യങ്ങളൊക്കെ നമുക്കൊരു 48 lakhs റേഞ്ചിൽ നമുക്ക് 48 ലക്ഷം രൂപ. അത് വലിയ പ്രൈസ് ആവും തോന്നുന്നില്ല. 48 ലക്ഷം രൂപയ്ക്ക് ഈ പറഞ്ഞ കാര്യം. അപ്പൊ ഏകദേശം അതിന്റെ ഒരു 20% ഇവർ ആദ്യം അടക്കേണ്ടി വരും. ലോൺ എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം എത്ര രൂപ ആയിരിക്കും? നമുക്കിപ്പം 480 ഒരു 10 ലക്ഷത്തിൽ താഴെ 9.6 lakhs ഉണ്ടെങ്കിൽ നമുക്ക് ഇനിഷ്യൽ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ, ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ബാങ്ക് ഇപ്പം ചിലപ്പം മേ ബി ആദ്യം ഒരു 5 ലക്ഷം രൂപ കൊടുത്തിട്ട് പിന്നെ ബാങ്ക് വിൽ ഗിവ് യു ടൈം ഫോർ ദ നെക്സ്റ്റ് 10%. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാല്ലേ. അപ്പൊ എന്തായാലും ഒരു 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും ഉള്ള ആളുകളൊക്കെ ഇല്ലെങ്കിലും ഇല്ലാത്തവരും ഫ്ലാറ്റ് എടുക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. അതിനാണ് ഇത്രയും പ്രൈസ്. അല്ലെ, ടൗണിൽ താമസിക്കുന്ന ആളുകൾ കൂടുതൽ റെന്റ് കൊടുത്ത്, ഇപ്പൊ ഞാനൊക്കെ റെന്റ് കൊടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പൊ വലിയ റെന്റ്, ഭീകര റെന്റ് ഒക്കെ കൊടുത്ത് താമസിക്കുന്നത്. അത് ഈ ഇൻഫോ പാർക്ക് ഇതിന് ഇവിടെ ഇപ്പം പുതിയ പ്രോജക്ട് കൂടെ വരാൻ പോകുന്നുണ്ടല്ലോ, ഫേസ് 3 അല്ലേ? നമുക്ക് ഇതിന് 160 ഏക്കർ ഉണ്ട്. ഇതില് ഇപ്പം സ്കൂൾ ഇതിനകത്താ വരുന്നത്. സ്മാർട്ട് സിറ്റി ലുലു ടവർ, അതായത് 40 നിലയുള്ള പ്രോബ്ലി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് IT ടവറാണ് ലുലു. ഒരു ടവർ ഏകദേശം 30,000 മേലെ ആൾക്കാർ പണിയെടുക്കാൻ വരുന്നേ ഉള്ളൂ, ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. 60,000 ആൾക്കാർ, വീണ്ടും പുതിയ ആൾക്കാർ, ഇവർക്കൊക്കെ താമസവും തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതിലൊക്കെ താമസിക്കാനല്ല വർക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താമസിക്കാൻ ഒരു താമസ സ്ഥലം ആവശ്യമാണ്. വാടകയ്ക്കൊന്നും പോകണ്ട. നിങ്ങളുള്ള കാര്യങ്ങൾ ഇത് മന്ത്ലി വാടക കൊടുക്കുന്ന പൈസ EMI ആയിട്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ഫ്ലാറ്റ് ആവും. നിങ്ങൾ ഇവിടുന്ന് ജോലി വിട്ട് വേറെ എവിടെയെങ്കിലും ഈ പ്രൈസിന് 100% വേറെ ഫ്ലാറ്റ് ഈ ഏരിയയിൽ ഇല്ല. അതൊരു അഷ്വറാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വി ഹാവ് എ സ്പെഷ്യൽ ഓഫർ ഫോർ ഓൾ യുവർ വ്യൂവേഴ്സ്. അതും നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇൻഫോ പാർക്കിലോ അതല്ലെങ്കിൽ ഇവിടേക്ക് ഇനി വർക്ക് ചെയ്യാൻ പ്ലാൻ ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ട്, അല്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ആർക്കെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എന്തായാലും പക്ഷേ ഞാൻ വേറെ നിങ്ങളുടെ ഒരു വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നും വേറെയും കണ്ടിട്ടില്ല. ഞാൻ ആ ഇൻഫോ പാർക്കിന്റെ ആ ഭാഗത്ത് കണ്ടു. എന്തിനാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരു കമ്പനി?
തീർച്ചയായിട്ടും കൂടുതൽ സാധനം വിൽക്കാനായിട്ട്. അല്ലേ? നമുക്ക് നോർമലി സെല്ലുണ്ട്. അല്ല ഓൾറെഡി ഇതിനകത്ത് ഇനി 35 യൂണിറ്റ് 40 യൂണിറ്റ് താഴെ മാത്രമേ ഇനി വിൽക്കാനുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു ബ്രാൻഡ് അംബാസഡറോ അല്ലെങ്കിൽ ഒരു വലിയ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻ ഒക്കെ നടത്തിയാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ മണി എല്ലാം ഇതിനകത്ത് സ്പ്രെഡ്. ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വേണം അതെല്ലാം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ എനി ബിൽഡർ എനി ബിസിനസ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. വാട്ട് വി ഡു, നമ്മുടെ എക്സ്പെൻസ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ച് ക്വാളിറ്റിയിൽ ഒരു നമുക്കൊരു ഇത്രയുമുള്ള കസ്റ്റമർ, യു ക്യാൻ ടോക്ക് ടു എനി കസ്റ്റമർ. നമ്മുടെ ഗൂഗിൾ റിവ്യൂ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണം. അഗൈൻ ഇത് 48 ലക്ഷം രൂപ എന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. ചെറുതെന്ന് ഞാൻ പറയുന്നത്. യു ഹാവ് ടു തിങ്ക് ഒരു 10 times ആലോചിക്കണം. ഇതൊക്കെ ആലോചിക്കണം. നിങ്ങൾ ഓൺലൈൻ നോക്കണം, നിങ്ങൾ നമ്മുടെ ക്രെഡൻഷ്യൽ ചെക്ക് ചെയ്യണം, നമ്മൾ എത്രത്തോളം പ്രോജക്ട് ഹാൻഡ് ഓവർ എല്ലാം നോക്കണം. ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്ത പ്രോജക്റ്റുകളാണ് എല്ലാം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത പ്രോജക്റ്റ്. ഓക്കെ, അപ്പൊ അതെന്തായാലും വലിയ കാര്യം തന്നെയാണ്. ഇത് ഏത് ബിൽഡിംഗ് ആയത്? ഇത് കോഗ്നിസന്റ് ആണല്ലേ? ഓ, അതിന്റെ ബാക്ക് സൈഡ് ആണല്ലേ? അതെ. അപ്പൊ ഓക്കെ, കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയി. അപ്പൊ എല്ലാ കാര്യം നമ്മളെല്ലാം പറഞ്ഞിട്ടില്ലേ ഇവരുടെ അടുത്ത്? എല്ലാം തീർന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഉണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓഫീസിലേക്ക് വരാം, കണ്ട് നേരിട്ട് സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ സബ്സ്ക്രൈബിന്റെ കാര്യമൊന്നും പറഞ്ഞ് വെറുപ്പിക്കലായി. അപ്പൊ ആ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കണ്ട് വേണ്ട വിധത്തിൽ ചെയ്തോളുക. നമ്പർ വേണമെന്നുള്ളത് താഴത്തുണ്ട്, നമ്പർ എടുക്കുക, വിളിച്ചോളുക. നിങ്ങൾക്ക് നല്ല നല്ല ഡീലൊക്കെ സ്വന്തമാക്കാം. അപ്പോൾ ശരി, ബൈ.